വെൽക്കം ടു ബയോതോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്ന്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് ഒരു മെയിൽ റിപ്പോർട്ടീവ് സിസ്റ്റം പഠിച്ചു, ഫീമെയിൽ റിപ്പോർട്ടീവ് സിസ്റ്റം പഠിച്ചു. പിന്നെ എന്തായാലും പഠിച്ചത് നമ്മള് ആ ഒരു എങ്ങനെയാണ് ആ ഒരു റീപ്രൊഡക്ഷൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ആസ്പെക്ടിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നോക്കുന്നത്. മറ്റേ നമ്മുടെ സിസ്റ്റം, ആ മെയിൻലി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഫീമെയിലിന്റെ കാര്യങ്ങളും അതൊക്കെ പഠിച്ചു. അതിന്റെ ഗെനറ്റോജനസിസ് അതൊക്കെ പഠിച്ചു. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സെക്സുള്ള രണ്ട് ഇൻഡിവിജ്വലുകളെ പറ്റിയുള്ള ബേസിക് ഐഡിയാസുകളൊക്കെ നമുക്ക് കിട്ടി. അവരുടെ അനാട്ടമി, ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെയൊക്കെ ഓക്കെ ഫങ്ഷൻസ് എല്ലാം കിട്ടി. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ, അത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ ഹൈജീൻ പ്രാക്ടീസുകളെ പറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഈ റിപ്പോർട്ടീവ് ഹെൽത്തിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ എന്താണ് റിപ്പോർട്ടീവ് ഹെൽത്ത്? അതിനെപ്പറ്റി ആരാണ് നല്ല എക്സ്പ്ലനേഷൻ തന്നത്, ആരാണ് നല്ല ഡെഫിനിഷൻ തന്നത്? ഓക്കെ, അപ്പം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ, നോർമൽ ഫങ്ഷൻസ് നമ്മൾ കോമൺലി ഒരു ആൾക്കാരുടെ ഒരു നോളജ് വെച്ച് പറയും. ഓക്കെ, ബട്ട് WHO, ദാറ്റ് ഈസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതിനൊരു പ്രത്യേക ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റി അവരെന്താ പറയുന്നത്? ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ശരിയാണ്, ഫങ്ഷൻ ശരിയാണ്, പക്ഷെ ടോട്ടൽ വെൽബീയിങ്. ഓക്കെ, total well-being in all aspects of reproduction. നമ്മൾ വെറുതെ റിപ്പോർട്ടീവ് ഓർഗൻസ് നോർമൽ ഹെൽത്തി ആയാൽ മാത്രം പോരാ, ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷനെയാണ് നമ്മൾ ഓൾ ആസ്പെക്ട്സ് എടുക്കുന്നത്. നമ്മൾ എന്തൊക്കെ ആസ്പെക്ട്സുകളാണ് അവർ എടുക്കുന്നത്? ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അത് ഓർത്ത് വെക്കാൻ ഞാൻ കോഡ് പറയാം. പെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ. ഓക്കെ, ഫിസിക്കൽ ആസ്പെക്ട് എടുക്കണം. പിന്നെന്താണ്? ഇമോഷണൽ ആസ്പെക്ട് എടുക്കണം. പിന്നെന്താണ്? ബിഹേവിയറൽ ആസ്പെക്ട് എടുക്കണം. സോഷ്യൽ ആസ്പെക്റ്റുകൾ എടുക്കണം. ആണ് പെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർക്കാൻ എളുപ്പമല്ലേ? പി ഫോർ ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് ബ്രോഡർ പെർസ്പെക്റ്റീവ് ആയിട്ട് കാണുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോർമൽ, ഫിസിക്കലി നോർമൽ ആയിട്ടുള്ള ഓർഗൻസും അതിന്റെ ഫങ്ഷൻസും ഒക്കെ വേണം. അതുപോലെ ഇമോഷണൽ ആസ്പെക്ട്സിൽ ഹെൽത്തി ആയിരിക്കണം. ബിഹേവിയറൽ, നമ്മുടെ ആ ഇന്ററാക്ഷൻസ്, ബിഹേവിയർ വരും. നമ്മുടെ മൂഡ് ഓക്കെ ആയിരുന്നാൽ മാത്രം പോരാ ഓപ്പോസിറ്റ് സെക്സിൽ, പക്ഷെ ആ ബിഹേവിയർ, ആ ഇന്ററാക്ഷൻസ് ഹെൽത്തി ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം. ആൻഡ് എന്താണ്? സോഷ്യൽ ആസ്പെക്ട്സ് എന്താണ്? ഈ ക്രൈം, റേപ്സ്, ഇതൊന്നും നമ്മൾ ആരുടെയൊക്കെ അതൊക്കെ സോഷ്യൽ ഇതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ സോഷ്യൽ ആസ്പെക്ട്സിൽ നല്ലൊരു ഇന്ററാക്ഷൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ WHO കൊണ്ടുവരുന്ന ഒരു ആസ്പെക്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ചോദിക്കും എക്സാമിന്. ദാറ്റ് ഈസ് എന്താണ് നമ്മൾ പറയുന്നത്? ഇവിടെ ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, അതാണ് WHO കൊണ്ടുവന്നത്. അതിന്റെ ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് എന്താണ്? ഇനി അതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇനി ഇത് മാത്രമല്ല, കുറച്ച് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. അതെന്താണ്? നോക്കി, നമ്മുടെ ഇന്ത്യ, നമ്മൾ ജീവിക്കുന്ന കൺട്രി അല്ലെ, ആ ഒരു വേൾഡ് ലെവലിൽ, നാഷണൽ ലെവലിൽ ഇന്ത്യയാണ് ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തത് ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരണം. ആക്ഷൻ പ്ലാൻ, പ്രോഗ്രാംസ് എല്ലാം കൊണ്ടുവരണം. എന്തിന്റെ ആസ്പെക്ടിലാണ് കൊണ്ടുവരേണ്ടത്? നമ്മുടെ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റില് നമ്മുടെ ഇന്ത്യയാണ് ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് അതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ പ്രോഗ്രാം കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അതിന്റെ ഒരു പേര് പറയുന്നുണ്ട് ടെക്സ്റ്റില്. ദാറ്റ് ഈസ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ഓക്കെ, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കട്ടെ, ഇത് ഏത് ഇയറിലാണെന്ന് ചോദിക്കാം MCQ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ. അപ്പൊ നോക്കിയേ, ഏത് ഇയറിലാണ് നമുക്കറിയാം? നമുക്ക് ഒരു ഫ്രീഡം ഒക്കെ 1947 ആ ഒരു കാലഘട്ടം അറിയാം. അപ്പൊ 19ലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. ഇന്ത്യയിൽ ഇപ്പൊ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തവരാണ് അല്ലെ? അപ്പൊ 1951. ഓക്കെ, അപ്പൊ ഇത് ആലോചിച്ച് വെക്കാം. അപ്പൊ ഇത് കൊണ്ടുവന്നിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവന്നിരുന്നു. അതിന് നമ്മൾ എന്ത് പറയും? RCH. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. RCH, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. ഓക്കെ, ഹെൽത്ത് കെയർ ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇതെന്തിനാ കൊണ്ടുവരുന്നത്? നമുക്ക് അവയർനെസ് കൊടുക്കണം. ഇനി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്സുവൽ ആസ്പെക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കണം, അവയർനെസ് കൊടുക്കണം, അതിന്റെ എക്സ്പെർട്ടൈസുകളെ കൊണ്ടുവരണം. അപ്പൊ ഇതിന്റെ അണ്ടറുള്ള മേജർ ടാസ്കുകൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് അവയർനെസ് അമംഗ് ദ പീപ്പിളിന് അവയർനെസ് കൊടുക്കുക. സെക്ഷൽ റിലേറ്റഡ് ആസ്പെക്ട്സുകളുടെ
മൊത്തം എല്ലാ രീതിയിലും നമ്മൾ ഈ പറഞ്ഞ പെപ്സ്, ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ, സോഷ്യൽ എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഫെസിലിറ്റി കൊടുക്കണം. വെറുതെ അവയർനെസ് കൊടുത്താൽ മാത്രം പോരല്ലോ, ഹോസ്പിറ്റൽസ് വേണം, നടപ്പിലാക്കാനായിട്ട് ഡോക്ടേഴ്സ് വേണം, നഴ്സസ് വേണം, അല്ലെ, എല്ലാം കൊണ്ടുവരണം. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജീസ്, കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രാറ്റജീസ് ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓരോ സ്ട്രാറ്റജീസ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൗൺസിലിംഗ് കൊടുക്കണം, അല്ലെ. സ്റ്റാർട്ടിങ് എന്താണ് പറയുന്നത്, ഇതിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാർട്ടിങ് എന്താണ് പറയുന്നത്, കൗൺസിലിംഗ് കൊടുക്കാം. ഓക്കെ, പിന്നെ അവയർനെസ്, കൗൺസിലിംഗ് ആൻഡ് അവയർനെസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ. അവയർനെസ് അതൊക്കെ ഏത് രീതിയിലൊക്കെ നമുക്ക് അവയർനെസ് കൊടുക്കാം. നമുക്ക് ഓഡിയോ വിഷ്വൽ മീഡിയ വഴി കൊടുക്കാം, പിന്നെ എന്താണ് പ്രിന്റ് മീഡിയ വഴി കൊടുക്കാം, അല്ലെ. നമ്മുടെ യൂട്യൂബ്, പിന്നെ ന്യൂസ് പേപ്പർ, അതുപോലെ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, പിന്നെ എന്താണ് നമ്മുടെ വാർത്തയിൽ പറയുന്നത്, അല്ലെ. അപ്പൊ ഗവൺമെന്റൽ ഏജൻസികളും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. നോൺ ഗവൺമെന്റൽ ഏജൻസികളും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു പോയിന്റ് പറയാം, ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെന്താ പറയുന്നത്, പിന്നെ നമ്മളിപ്പോ വീട്ടിലേക്ക് വന്ന ആരും നമുക്കൊരു അവയർനെസ് തരുന്നത് പാരന്റ്സ്, അല്ലെ. പാരന്റ്സ്, പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്, അല്ലെ. ക്ലോസ് റിലേറ്റീവ്സ് ഒരു ഐഡിയ തരുന്നുണ്ട്. പിന്നെ ആരാ തരുന്നത്, സ്കൂളിൽ പോയ ആരാണ്, ടീച്ചേഴ്സ് ഇതിനെ പറ്റി അവയർനെസ് തരുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്. അപ്പൊ ഇവരൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്, ഡിസമിനേഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിസമിനേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, ഡിസമിനേഷൻ നിങ്ങളുടെ NCERT ഒരു വേർഡാണ്, ഡിസമിനേഷൻ ഓഫ് ദിസ് ഇൻഫോർമേഷൻ. ഡിസമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ആണ്. ഓക്കെ, ഈ ഇൻഫോർമേഷനെ പറ്റിയുള്ള ഒരു അവയർനെസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്, അങ്ങനെ നമ്മൾ ആ ഒരു ആസ്പെക്ട് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്, ഇനി നമ്മൾ സ്കൂളിൽ വരുമ്പോൾ എന്ത് കൊണ്ടുവരണം, സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. സ്കൂളിൽ എന്ത് കൊണ്ടുവരണം, സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെ. നിങ്ങളിപ്പോ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, അല്ലെ. റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട്, ഹ്യൂമൻ ഹെൽത്ത് ഉണ്ട്, അല്ലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാം. ചെറിയ ക്ലാസ്സുകൾ നമ്മൾ ആ ഒരു സേഫ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെ. ഓക്കെ, അപ്പൊ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, അല്ലെ, ഒരു 10 to 19 ഏജസ് ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്കൊക്കെ സ്പെഷ്യൽ അവയർനെസ് നമ്മൾ കൊടുക്കണം. ഈ സെക്ഷൽ ഹൈജീന്റെ കാര്യമായാലും അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഈ പെപ്സ് ലെവലുള്ള നമ്മൾ പെപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ, സോഷ്യൽ ആസ്പെക്ട്സ്, ഒരു ഇന്ററാക്ഷൻസിന്റെ സമയത്ത് ഇനിയിപ്പം ഒരു മാരേജബിൾ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫെർട്ടൈൽ കപ്പിൾസിന് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്. അതിന് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് എന്നൊക്കെ പറയും. മെത്തേഡിന് കോൺട്രാസെപ്റ്റീവ് നിങ്ങൾ പഠിക്കും. ദാറ്റ് ഈസ് നമ്മൾ പ്രഗ്നൻസി തടയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് അഗെയിൻസ്റ്റ് കൺസെപ്ഷൻ ആണ്, അല്ലെ. അപ്പൊ ഇത് പഠിക്കുന്നുണ്ട്. പിന്നെന്താണ്, മാരേജബിൾ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫീമെയിലിന് എത്രയായിരിക്കും 18 വയസ്സ്, മെയിലിന് എത്രയായിരിക്കും 21 ഇയേഴ്സ്. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുക്കുന്ന ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് എന്തിനാണ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് തടയാൻ വേണ്ടി ആയിരിക്കാം. പിന്നെ എന്താണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, അത് നമ്മൾ പ്രോപ്പർലി ഹൈജീൻ പ്രാക്ടീസുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ടീവ് ഹെൽത്ത് എന്നുള്ള രീതിയിൽ ആസ്പെക്റ്റിൽ ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, സെക്ഷലി ട്രാൻസ്മിറ്റ് ആയിട്ടുള്ള ഡിസീസുകൾ വരാം, അല്ലെ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ പറ്റി ഒരു ഐഡിയ കൊടുക്കുക. ഇതൊക്കെ ഈ സ്ട്രാറ്റജീസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഫാമിലി വെൽഫെയർ പ്ലാനിംഗ് പ്രോഗ്രാംസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മോൾ ഫാമിലീസുള്ള കപ്പിൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിന് പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ ഭാഗത്ത് പഠിക്കും, ഹം ദോ ഹമാരേ ദോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ഇൻസെന്റീവ്സ് ഒക്കെ ചെറിയ രീതിയിൽ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ്, ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ടാകുന്നതിനെ കില്ല് ചെയ്യുക. നമ്മൾ ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ടിനെ കില്ല് ചെയ്യുക, അതായത് ഫീറ്റിസൈഡ്. അതിന്റെ അപ്പൊ അത് നമ്മൾ ഉണ്ടാവുന്ന കുട്ടി ഫീമെയിൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അത് കില്ല് ചെയ്യുന്ന ആ ഒരു അബോർഷൻ ചെയ്യുന്ന രീതി അതിനൊക്കെ തടയാം. ഓക്കെ, അപ്പൊ ഇത് എന്താണ് നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ അതും. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ഫീമെയിൽ ആൻഡ് മെയിൽ ചൈൽഡിന്, അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, പിന്നെ പ്രഗ്നന്റ് മദേഴ്സിന് നമ്മൾ ഫാമിലി വെൽഫെയറിൽ പ്രഗ്നന്റ് മദേഴ്സിന് കെയർ കൊടുക്കുക. അതിന് നമ്മൾ എന്താ പറയും, ഇപ്പൊ പ്രീനേറ്റൽ കെയർ കൊടുക്കണം, അല്ലെ. പ്രഗ്നൻസി സമയത്ത് കൊടുക്കണം. പോസ്റ്റ് നേറ്റൽ കെയർ, അത് കഴിഞ്ഞിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം എന്ന് വെച്ചാൽ, അല്ലെ. മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ പറയും, അല്ലെ. മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ നടപ്പിലാക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വരണം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഒരു കാര്യത്തിൽ ബാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണ് ബാൻ കൊണ്ടുവന്നേക്കുന്നത്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആസ്പെക്ട് ആണ്. ഓക്കെ, അതെന്താ പറയുന്നത്, ഒരു കാര്യത്തിൽ ബാനിന്റെ കാര്യം പറയുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബാൻ, നിയമമായിട്ടുള്ള ബാൻ വന്നിട്ടുണ്ട്. ഇതിലാണ് അമ്നിയോസെന്റസിസ്. ഫസ്റ്റ് ചെക്ക് അമ്നിയോസെന്റസിസ്. നമ്മൾ അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ദാറ്റ് ഈസ് നമ്മളിപ്പം ആ ഒരു മദറിന്റെ വോംപിൽ നമ്മളിപ്പം എന്താണ് ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഉള്ളിലാണ് ഈ ഫീറ്റസ് ഉള്ളത്. ഓക്കെ, ഫീറ്റസ് വളരുന്ന എംബ്രിയോ ഉള്ളത്. അപ്പൊ ഈ ഫ്ലൂയിഡ് നമ്മളൊരു അതിന്ന് സെൽസുകൾ എടുത്ത് അതിൽ ഫീറ്റൽ സെൽസുകൾ ഉണ്ടാവും. ആ ഫ്ലൂയിഡ് കുറച്ചെടുത്ത് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നോക്കുന്നുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് എന്താണ്, നമ്മൾ ഡൗൺ സിൻഡ്രോം, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഡൗൺ സിൻഡ്രോം, സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, പിന്നെ ആ കൊച്ചിന്റെ സർവൈവബിലിറ്റി, ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നാള് അത് ഹെൽത്തി ബേബി ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിന്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് എടുത്തിട്ട് ആ ഫ്ലൂയിഡ് എടുത്തിട്ട് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതിലൊരു സ്റ്റാറ്റ്യൂട്ടറി ബാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, നിയമാനുസൃതമായ ചെക്ക്, ദാറ്റ് ഈസ് ലീഗലി ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ കൊച്ചിന്റെ സെക്സ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊരു സെക്സ് ഡിറ്റർമിനേഷൻ പാടില്ല എന്നുള്ളൊരു ബാൻ വെച്ചിട്ടുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സിന് വേണ്ടി ഇറ്റ് ഇസ് ഓക്കെ ഫൈൻ. ഓക്കെ, അതാണ് സ്റ്റാറ്റ്യൂട്ടറി ബാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അതേമാതിരി നമ്മൾ വേറെ കാര്യങ്ങൾ സോഷ്യൽ ഇവിൾസ് അതിന് എന്താണെന്നുള്ളത് ഐഡിയ കൊടുക്കണം അല്ലെ. റേപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ ഇവിൾസ്. അപ്പൊ റേപ്പ് ആയാലും അതേമാതിരി സെക്ഷൽ അബ്യൂസ് ഇതിനൊക്കെ ലീഗലി ഉള്ള പണിഷ്മെന്റ്സും കാര്യം എല്ലാ അവയർനെസ്സും കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യണം. റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എന്തിന്റെ ഭാഗത്ത് പറയുന്നത്, സ്ട്രാറ്റജീസിന്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജീസ്. അപ്പൊ നമ്മൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവരണം. അപ്പൊ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതാണ്, നമ്മളപ്പോ ഇതിനു വേണ്ടി റിപ്പോർട്ടിംഗ് ഹെൽത്ത് എന്നുള്ള ഒരു സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷന് വേണ്ടി നമ്മൾ അവയർനെസ് കൊടുക്കണം, ഫെസിലിറ്റീസ് കൊണ്ടുവരണം, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് കൊണ്ടുവരണം, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുവരണം, നഴ്സസിനെ കൊണ്ടുവരണം. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ മെഷീനറീസ് വേണം. ഓക്കെ, അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കെയർ, ദാറ്റ് ഇസ് പ്രഗ്നൻസി ലെവൽ, ഡെലിവറി, അബോർഷൻ ആൻഡ് പ്രീനേറ്റൽ, പോസ്റ്റ്നേറ്റൽ ആൻഡ് ലാക്ടേഷൻ, ബ്രസ്റ്റ് ഫീഡിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അങ്ങനെ എല്ലാ ലെവലിലും ചൈൽഡിന് ഇമ്മ്യൂണൈസേഷൻ, അതേമാതിരി നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ കുട്ടീനെയാണ് പറയുന്നത് അല്ലെ, ഉണ്ടാവുന്ന ഇൻഫന്റ്. അതേമാതിരി മെറ്റേണൽ എന്ന് പറഞ്ഞ വേർഡ് മദറിനെ വേണ്ടി നോട്ട് ചെയ്യണേ അല്ലെ. അതിന്റെയൊക്കെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആ ഒരു ഡെത്ത് റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, മരണത്തിന്റെ. അപ്പൊ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ. റിപ്പോർട്ടിംഗ് ഹെൽത്തി സൊസൈറ്റിയുടെ മെയിൻ ഗോൾ എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഒക്കെ റെഡ്യൂസ് ചെയ്യണം അല്ലെ. അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അൺകൺട്രോൾഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്തും വരരുത്. അതുകൊണ്ട് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് നമ്മുടെ എന്താണ് സഹേലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. കോൺട്രാസെപ്റ്റീവ് ഞാൻ പറഞ്ഞു പ്രഗ്നൻസി തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അത് യൂസ്ഡ് ബൈ ആരാണ്, ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സഹേലി ഹിന്ദിയിൽ നമ്മൾ പറയില്ല കൂട്ടുകാരി എന്നൊക്കെ അല്ലെ. അപ്പൊ സഹേലി. അപ്പൊ ഇതെവിടെയാണ് ഡെവലപ്പ് ചെയ്തത്, CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് എവിടെയാണ് കാണുന്നത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യ, ലക്നൗ. ഓക്കെ, അപ്പൊ ഇവരെന്ത് കൊണ്ടുവന്നു, ഇവിടെ റിസർച്ച് സെന്ററിൽ റിസർച്ച്. അപ്പൊ റിസർച്ച് നടത്തണം, ബെറ്റർ ടെക്നിക്സ്, ബെറ്റർ മെത്തേഡ്സ് എല്ലാം വരണ്ടേ. അപ്പൊ ഇതും സ്ട്രാറ്റജീസിന്റെ അണ്ടറിലുള്ള ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ എന്താണ്, അങ്ങനെ സഹേലി കൊണ്ടുവന്നു ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ്. അപ്പൊ നമുക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസികളൊക്കെ തടയാൻ വേണ്ടി അല്ലെ, ബർത്ത് കൺട്രോൾ ഓപ്ഷൻസിന് വേണ്ടി സഹേലി കൊണ്ടുവന്നിട്ടുണ്ട്. ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്നതാണ് ഒരു പില്ല് പോലെ കഴിക്കുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയാണോ നമ്മുടെ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇനി നമ്മൾ ഒരു 2-3 ക്ലാസ്സുകളൊക്കെ ഇത് വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി അതിന്റെ NCERT ലൈൻ ബൈ ലൈൻ ഇട്ടിട്ടുണ്ട്. കീപ് വാച്ചിങ്. ഓക്കെ.